രാഹുൽ ഗാന്ധി ഒരു ദയനീയമായി പരാജയപ്പെട്ട എം പി. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എം പി ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഇത്രയും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു എം പി, പ്രത്യേകിച്ച് ആദിവാസികളും പിന്നോക്ക ജനവിഭാഗങ്ങളും പാവപ്പെട്ട കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട്? എന്താണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? ഈ രാജ്യത്ത് വികസന പിന്നോക്കാവസ്ഥ നിൽക്കുന്ന, സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നിൽക്കുന്ന 180 ജില്ലകൾ, 150 ജില്ലകളെ ആസ്പിറേഷണൽ ജില്ലകളായി കേന്ദ്രം പ്രഖ്യാപിച്ചു. കേന്ദ്ര വനിതാ ശിശുക്ഷേമ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി 2 തവണ വയനാട് ജില്ലയിൽ വന്നു ഈ ആസ്പിറേഷൻ ജില്ലയുടെ തുടർ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി ഈ ആസ്പിറേഷണൽ ജില്ല തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചത്. അദ്ദേഹം ആസ്പിറേഷണൽ ജില്ല എന്നുള്ള എല്ലാ ആസ്പിറേഷണൽ ജില്ലകളും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട എം പിയാണ്. രാഹുൽ ഗാന്ധി ഒരു യോഗത്തിലും പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു തുടർ പ്രവർത്തനത്തിലും ആസ്പിറേഷൻ ജില്ല യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു തുടർ പ്രവർത്തനത്തിലും അദ്ദേഹം പങ്കാളിയായി. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു. രാഹുൽ ഗാന്ധി ആണ്ടിനും സംക്രാന്തിക്കും ഇവിടെ വന്ന് ഒരു പൊറോട്ടയും ചായയും കഴിച്ച് ഒരു റാലിയിലും പങ്കെടുത്തിരിക്കുകയും ഇങ്ങനെയാണ്